ഹായ് ഫ്രണ്ട്സ്, ഇലക്ഷൻ നടക്കുവാൻ പോകുന്ന ഹരിയാന എന്ന കൊച്ചു സംസ്ഥാനം ഇപ്പോൾ മറ്റൊരു കാരണത്തിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തയാവുകയാണ്. പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാന എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള താൽക്കാലിക സ്വീപ്പർ നിയമനത്തിനായി അപേക്ഷ അയച്ചത് 1.25 ലക്ഷം പേര്. അതിൽ 40,000 പേര് ബിരുദധാരികൾ, 6,000 പേര് ബിരുദാനന്തര ബിരുദധാരികൾ. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇതിൽ ബിടെക്കുകാരും എംടെക്കുകാരും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഓർക്കണം, വെറും 15,000 രൂപ ശമ്പളം, താൽക്കാലിക നിയമനം, അതിനായി അപേക്ഷിച്ചതാണ് 1.25 ലക്ഷം പേര്. ഈ ഒരു ഉദാഹരണം മതി ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ തോത് അല്ലെങ്കിൽ അളവ് അറിയുവാനായി. കേരളത്തിന്റെ പകുതി മാത്രം വലിപ്പമുള്ള ഹരിയാന എന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റ് സംസ്ഥാന സ്ഥിതി എന്തായിരിക്കണം? സങ്കല്പിക്കാനാവുകയില്ല. 60 വർഷം കോൺഗ്രസ് ഭരിച്ചു, 15 വർഷം BJP ഭരിച്ചു. സാധാരണക്കാരന്റെ ഗതി അധോഗതി. വെറും 15,000 രൂപ ശമ്പളത്തിനായി ലക്ഷങ്ങൾ ക്യൂ നിൽക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായ ആളുകളെല്ലാം വിദേശത്തേക്ക് ജോലി തേടി പലായനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, 2023-24 സാമ്പത്തിക വർഷത്തില് 2.5 ലക്ഷത്തിലേറെ ആളുകൾ വിദേശ പൗരത്വം നേടി ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു. ദേശീയതയൊക്കെ പോകരിയിരിക്കുകയേ ഉള്ളൂ. ജീവിക്കാനൊരു ജോലി വേണം, നല്ല ജോലി വേണം. അത് ലഭിക്കുന്നത് എവിടെയാണോ അങ്ങോട്ട് പോകും ജനം. അത് തന്നെ കാര്യം. അതിന്റെ ഫലമായി ഇന്ത്യയിൽ ഉണ്ടാവുന്നു ബ്രെയിൻ ഡ്രെയിൻ അഥവാ മസ്തിഷ്ക ശോഷണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സമർത്ഥന്മാരായ കഴിവുള്ള ആളുകളൊക്കെ വിദേശത്തേക്ക് പോകുന്നു. പിന്നെ മീഡിയോക്കറായ ആവറേജ് ആയ ആളുകൾ മാത്രം ഇവിടെ ഇങ്ങനെ ജോലി തേടി അലയുന്നു. അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ മുഖം. സത്യം ഇതാണ്. എവിടെ ആരോട് പറയാൻ? കേഴുക ഭാരതമേ.